ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു സാമ്പാർ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആവശ്യമുള്ള പച്ചക്കറികളെല്ലാം ഇതേപോലെ പീസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു കുക്കർ എടുത്തിട്ടുണ്ട്. ആ കുക്കറിലോട്ട് നമ്മൾ വെള്ളത്തിൽ ഒഴിച്ചിട്ടിരുന്ന തൊമര ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ തൊമര ഇട്ട് കൊടുത്തതിന് ശേഷം അത് ഏകദേശം മുങ്ങിക്കിടക്കുന്ന അത്രയോളം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച് പച്ചക്കറിയുടെ അതിനകത്ത് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. അപ്പം നമ്മളിവിടെ കിഴങ്ങ്, ക്യാരറ്റ്, സവോള, തക്കാളി, വെള്ളരിക്ക, വെണ്ടയ്ക്ക, മുരിങ്ങക്കോല്, പച്ചമുളക്, പച്ചക്കറികളെല്ലാം ഇട്ട ശേഷം നമ്മൾ അത് മുങ്ങിക്കിടക്കുന്ന അത്രയോളം വെള്ളം ഒഴിക്കുക. എന്നിട്ട് നമ്മൾ അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അടച്ച് വെച്ച് ഏകദേശം 2 വിസിലൊക്കെ അടിച്ചാൽ മതി. അതിനുശേഷം നമ്മൾ പുളി വെള്ളത്തിലിട്ട് നേരടി നല്ലൊരു പുളിവെള്ളം പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ അതിന് ശേഷം ഒരു പാൻ എടുക്കുന്നുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ നമ്മൾ ആവശ്യമുള്ള വെളിച്ചെണ്ണ അതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അതിനകത്തോട്ട് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഇതായിട്ട് വരുമ്പോൾ നമ്മൾ അതിലേക്ക് വറ്റൽമുളക് കീറി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ ഒരു 2-3 പച്ചമുളകാണ് ഇവിടെ കീറി ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ അതിലേക്ക് അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഇട്ടതിന് ശേഷം നമ്മൾ അതിലേക്ക് സവോളയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അത് വരണ്ട് നല്ല മൊരിഞ്ഞ് വരണം. മൊരിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, സാമ്പാർ പൊടി ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അത് നല്ലൊരു മിക്സായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ആവശ്യമുള്ള കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കഷ്ണവും ആ വെള്ളവും കൂടെ നമ്മൾ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ തിളച്ച് വരുമ്പോൾ നമ്മൾ മാറ്റി വെച്ചിരുന്ന പുളിവെള്ളവും കൂടെ അതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് തിളച്ച് വരുന്നതിന് വരെ നിൽക്കുക. ഇത് നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പോ എന്തെങ്കിലും വേണമെങ്കിൽ അതുകൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ വേണമെങ്കിൽ ഇത്തിരി മല്ലിയിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് ഗാർണിഷ് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്കും ബൈ.